ഹായ് നമസ്തേ, ഞാൻ ധന്യ ഭാസ്കരൻ. ഈ ഗ്രാഫ് ഒന്ന് നോക്കൂ. ഈ ഗ്രാഫിൽ ഇന്ത്യയിലെ ഡിവോഴ്സ് റേറ്റിൻ്റെ പെർസെൻറ്റേജിനെ പറ്റിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഈ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും, ഇതിൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൻ്റെയും ഡിവോഴ്സ് റേറ്റിൻ്റെ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. അതിൽ കേരളം ഏകദേശം 5ാം സ്ഥാനത്താണുള്ളത്. അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റികളേക്കാൾ കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത് ഇന്ത്യയിലെ സദേൺ സ്റ്റേറ്റായ കേരളത്തിലാണെന്നാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത്. കേരളത്തിൽ ഏകദേശം 1 മണിക്കൂറിൽ 5 ഡിവോഴ്സ് കേസസ് ഫാമിലി കോർട്ടിൽ ഫയൽ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. As per data, in India, especially in Kerala, the divorces have doubled over the past 2 decades. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം എന്നുള്ളത്. കേരളത്തിലെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 96.2% ആണ്. അപ്പോൾ ഇത്രയും സാക്ഷര സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു സാക്ഷര കേരളത്തിൽ മെരിറ്റൽ ബ്രേക്ക് ഡൗൺസ് ഇങ്ങനെ കൂടാനുള്ള കാരണവും അല്ലെങ്കിൽ മെരിറ്റൽ പ്രോബ്ലംസ് കാരണം സൂയിസൈഡ്സും അല്ലെങ്കിൽ തന്നെ മർഡേഴ്സ് കൊലപാതകങ്ങളൊക്കെ നടക്കുന്ന കാര്യം നമ്മൾ ന്യൂസിലും അല്ലെങ്കിൽ ടി വി വാർത്തകളിലൂടെയും പത്രവാർത്തകളിലൂടെയൊക്കെ നമ്മൾ വായിച്ചറിയാറുണ്ട്. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് അല്ലേ. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ച സമയത്ത് നമ്മുടെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയൊക്കെ കാലത്ത് അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് പാരൻസിന് ദേ ഹാവ് ലിവ്ഡ് മോർ ദാൻ 70 years ടുഗദർ. എനിക്ക് അവരെ കാണുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ദേ ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ. അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് മുന്നത്തെ ജനറേഷൻ എടുക്കുക, നമ്മുടെ പാരൻസിൻ്റെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ദേ ഹാവ് ബീൻ ലിവിങ് മോർ ദാൻ 30+ years ടുഗദർ. എനിക്ക് വളരെ ഹാപ്പി ആയിട്ട് അവർ ജീവിക്കണം. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പണ്ടത്തെ ജനറേഷനായിട്ട് ഈ ജനറേഷനെ കമ്പയർ ചെയ്യുന്നത്. നമ്മുടെ മുന്നത്തെ ജനറേഷനെ വെച്ചിട്ട് ഈ ജനറേഷനെ കമ്പയർ ചെയ്യുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അന്നത്തെ ഒരു സോഷ്യൽ എക്കണോമിക് സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് അവർ അന്നത്തെ ദാമ്പത്യ ജീവിതം നയിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ പാരൻസിൻ്റെയൊക്കെ ജനറേഷനിൽ 70 to 80% സ്ത്രീകളും സ്വയം പര്യാപ്തം നേടിയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത് വീട്, കുട്ടികൾ, കുടുംബം, ഭർത്താവിനെ നോക്കുക, ഭർത്താവിനെ പ്രീതിപ്പെടുത്തി ജീവിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അതോടൊപ്പം തന്നെ സ്വന്തം കാലിൽ നിന്ന് പണിയെടുത്ത് ഇൻഡിപെൻഡൻ്റ് ആയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. എൻ്റെ അമ്മയൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മയുടെ വിവാഹ സമയത്ത് അമ്മയുടെ അച്ഛൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ, ഒരാണിന്റെ സ്നേഹം പിടിച്ചു പറ്റുന്നത് വയറിലൂടെ ആണെന്ന്. അതായത് നീ നന്നായി ഭക്ഷണം പാകം ചെയ്ത് നല്ലൊരു കുക്കായി കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ഭാര്യയാവാൻ പറ്റുന്നുള്ള ഒരു അഡ്വൈസാണ് അന്ന് അമ്മയ്ക്ക് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ വിവാഹ സമയത്ത് ഒരിക്കലും അമ്മ എന്നോട് നീ നന്നായി ഭക്ഷണം പാകം ചെയ്ത് അല്ലെങ്കിൽ നല്ലൊരു കുക്കായാൽ മാത്രമേ നിനക്ക് നല്ലൊരു ഭാര്യയാവാൻ പറ്റൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്ന് അവർ അപ്ലൈ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇന്നത്തെ ജനറേഷൻ അപ്ലൈ ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കില്ല. കാരണം ഇന്ന് സ്വിഗ്ഗി, സൊമാറ്റോ അല്ലെങ്കിൽ ഓൺലൈൻ ഡെലിവറി, ക്വിക്ക് ഫിക്സ് ഒക്കെ ഉള്ള കാലമാണ്. അതായത് ഏറ്റവും നല്ല ഭക്ഷണം ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിന് മുന്നിലെത്തും. അപ്പോൾ അന്നത്തെ പല കാര്യങ്ങളും ഇന്നത്തെ ജനറേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും അത് എഫക്റ്റീവായി വരില്ല. നമുക്ക് തന്നെ അറിയുന്നത് നമുക്കിടയിലുള്ള പലരും മറ്റുള്ളവരെ ബോധിപ്പിക്കാനായി അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനായി അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കുമെന്ന് കരുതി അവരവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് കോംപ്രമൈസുകളും അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തി ഒരു തരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പലരും നമുക്കറിയാം. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, എ കോംപ്രമൈസ്ഡ് റിലേഷൻഷിപ്പ് വിൽ ഓൾവേസ് ബി എ കോംപ്രമൈസ്ഡ് റിലേഷൻഷിപ്പ്. ഇതിനെ പറ്റിയിട്ട് വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കേണ്ടായി. അന്ന് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ ഫോർ ദ ലാസ്റ്റ് 30+ years യു ഹാവ് ബീൻ ലിവിങ് ടുഗദർ, ഇതിന്റെ പിന്നിലുള്ള മാജിക് എന്താണ്? ഇത്തിരി സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലൈഫിൽ ഒരുപാട് കോംപ്രമൈസുകളും അഡ്ജസ്റ്റ്മെന്റുകളും ഒക്കെ നടത്തിയിട്ടുണ്ടാവില്ലേ എന്ന് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു. അന്ന് അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ലൈഫിൽ കോംപ്രമൈസോ അഡ്ജസ്റ്റ്മെന്റോ ഒന്നും അല്ല വേണ്ടത്, മറിച്ച് ട്രൈ ടു ആക്സെപ്റ്റ് ദ പേഴ്സൺ ആസ് ദേ ആർ. അവരെങ്ങനെയാണോ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. ലൈഫിൽ പിന്നീട് പലപ്പോഴും എനിക്കത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിൻ്റെ ഒപ്പം ജീവിക്കാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ ലൈക്സോ അല്ലെങ്കിൽ എൻ്റെ ഡിസ്ലൈക്സോ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലൈക്സും ഡിസ്ലൈക്സും. രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അല്ലെങ്കിൽ ഒരാൾ സൗത്ത് പോളിലാണെങ്കിൽ ഒരാൾ നോർത്ത് പോളിൽ, അല്ലെങ്കിൽ രണ്ട് ചിന്താഗതികളുള്ള വ്യക്തികളായിരുന്നു. എനിക്ക് ട്രാവലിംഗ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒട്ടും തന്നെ ട്രാവലിംഗ് ഇഷ്ടമല്ല. ഒരാൾ സ്പെൻഡ്രിഫ്റ്റ് ആണെങ്കിൽ ഒരാൾ മൈസറാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് പാർട്ടി പബ്ബൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് സൈലന്റ് ആയി വീട്ടിൽ അടങ്ങി ഒതുങ്ങി സൈലന്റ് അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം. ഇൻസ്റ്റെഡ് ഓഫ് ട്രൈങ് ടു ചേഞ്ച് ദ പേഴ്സൺ ഐ സ്റ്റാർട്ടഡ് ആക്സെപ്റ്റിംഗ് ഹിം. അദ്ദേഹം എങ്ങനെയാണോ അങ്ങനെ അദ്ദേഹത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ലൈഫിൽ കുറച്ചും കൂടി ലൈഫ് സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഹാപ്പി ആയി പോണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പലപ്പോഴും നമ്മുടെ ജോലി തിരക്കുകൾ കാരണം അതുപോലെ തന്നെ ലൈഫിലെ ബിസി ഷെഡ്യൂളുകളൊക്കെ കാരണം പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ പരസ്പരം ടൈം സ്പെൻഡ് ചെയ്യാനോ നമ്മൾ സമയം കണ്ടെത്താറില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ദാമ്പത്യ ജീവിതത്തിൽ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് 90% ആളുകൾക്ക് ഉള്ളൂ എന്നുള്ളത്. അതായത് ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് ഒരു ടേബിളിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ 90% ആളുകളുടെ ഇടയിലുള്ളൂ. പക്ഷെ നമ്മൾ അതിനൊന്നും സമയം കണ്ടെത്താൻ ശ്രമിക്കാറില്ല പലപ്പോഴും. ഇതിനിടയിൽ നമ്മളെല്ലാവരും കേട്ട് ഞെട്ടിയ ഒരു വാർത്തയാണ് കഫേ കോഫി ഡേയിലെ ചെയർമാൻ സൂയിസൈഡ് ചെയ്യുന്നത്. കഫേ കോഫി ഡേയുടെ നഷ്ടം താങ്ങാനാവാതെ അല്ലെങ്കിൽ അതിലെ കടബാധ്യത താങ്ങാനാവാതെ മാനസിക സംഘർഷത്തിലേർപ്പെട്ട് അദ്ദേഹം സൂയിസൈഡ് ചെയ്ത വാർത്ത നമ്മളെല്ലാവരും ന്യൂസിലൂടെയും TV ന്യൂസിലൂടെയും അല്ലെങ്കിൽ പത്രവാർത്തയിലൂടെയൊക്കെ വായിച്ചറിഞ്ഞതാണ്. പക്ഷേ ഇന്ന് അറിയാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സംരംഭം ഏറ്റെടുക്കുകയും ഇന്ന് ഭയങ്കര പ്രോഫിറ്റബിളായിട്ട് കഫേ കോഫി ഡേ നടന്നു പോകണു എന്നുള്ളതാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹം കടന്നുപോയ ആ ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അല്ലെങ്കിൽ ആ ഒരു പ്രഷർ
അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇന്നും ജീവനോടെ ഇരുന്നേനെ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഈ മനസ്സ് തുറന്ന് സംസാരിക്കാത്തത് പല അബദ്ധങ്ങളിലും ജീവിതത്തിൽ നമ്മളെ ചെന്ന് ചാടിക്കും. ചിലപ്പോഴൊക്കെ എ ഗുഡ് ആൻഡ് മോട്ടിവേറ്റിംഗ് വേർഡ്സ് ക്യാൻ ഡു വണ്ടേഴ്സ് ഇൻ അവർ റിലേഷൻഷിപ്പ് ദാൻ മണി, അല്ലേ? സോ ട്രൈ ടു സ്പെൻഡ് ടൈം ഈച്ച് അതർ. ലൈഫിൽ ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുത്ത് ചെറിയ ചെറിയ യാത്രകൾ ഒരുമിച്ച് നടത്തുക. ആ യാത്രകളിലൂടെ നമ്മളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ പാർട്ട്ണറെ കൂടുതൽ അടുത്തറിയാനും ആ യാത്രകളിലെ നല്ല നിമിഷങ്ങൾക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ അത്യാവശ്യമായ മറ്റൊരു കാര്യമാണ് ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി. അതായത് ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുമ്പോൾ രണ്ടുപേരുടെയും ഏർണിങ്സ് മനസ്സിലാക്കി ചിലവാക്കാനും ഒരു മന്ത്ലി ബഡ്ജറ്റ് തയ്യാറാക്കാനും ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനൊക്കെ ഈ ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മെരിറ്റൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവാൻ ഒരുപാട് റീസൺസ് നമുക്ക് കാണാൻ പറ്റും. ആൽക്കഹോളിസം, ഡവറി ഇഷ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, വേർബൽ അബ്യൂസ്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, മദർ ഇൻ ലോ ഇഷ്യൂസ്, പൊസസീവ്നെസ്, ഈഗോ കോംപ്ലക്സ് തുടങ്ങി നമ്പർ ഓഫ് റീസൺസ് നമുക്ക് കാണാൻ പറ്റും. ഈ മെരിറ്റൽ ബ്രേക്ക് ഡൗൺസിനെ പറ്റിയിട്ട് ജോൺ ഗ്രേ എഴുതിയ ഒരു ബുക്കാണ് മെൻ ആർ ഫ്രം മാർസ് ആൻഡ് വിമൺ ആർ ഫ്രം വീനസ് എന്ന് പറഞ്ഞ ഈ ബുക്ക്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ബുക്കാണ്. ഈ ബുക്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായ അനുഭവങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഫാമിലി കൗൺസിലറാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ക്ലയൻസ് വന്ന് ഷെയർ ചെയ്ത എക്സ്പീരിയൻസിനെ പറ്റി ഒക്കെ കോർത്തിണക്കി അദ്ദേഹം എഴുതിയ ബുക്കാണ് മെൻ ആർ ഫ്രം മാർസ് ആൻഡ് വിമൺ ആർ ഫ്രം വീനസ് എന്ന് പറഞ്ഞ ഈ ബുക്ക്. എല്ലാവരും വായിച്ചിരിക്കേണ്ട ബുക്കാണ്. വിവാഹം കഴിക്കാൻ പോകുന്നവരും വിവാഹം കഴിച്ച് കുറച്ച് വർഷങ്ങളായവരും അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം ആഗ്രഹിക്കുന്നവരെല്ലാവരും അത്യാവശ്യമായി വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് മെൻ ആർ ഫ്രം മാർസ് ആൻഡ് വിമൺ ആർ ഫ്രം വീനസ് എന്ന് പറഞ്ഞ ഈ ബുക്ക്. ഈ ബുക്കിൽ അദ്ദേഹം ഒരുപാട് കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. റീസൺസ് ഫോർ മെരിറ്റൽ ബ്രേക്ക് ഡൗൺസ്, അതുപോലെ തന്നെ ദ ചലഞ്ചസ് ദാറ്റ് ദേ ഹാവ് ബീൻ ഫേസിങ് ഇൻ എ റിലേഷൻഷിപ്പ്, ഹൗ ടു ബിൽഡ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യത്തെപ്പറ്റി അദ്ദേഹം ഈ ബുക്കിൽ പറയുന്നുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എല്ലാവർക്കും വിവാഹത്തിന് മുന്നേ അത്യാവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഈ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കൗൺസിലിംഗ് എഫക്റ്റ് കിട്ടും. അത്രയും ഭംഗിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ക്ലയൻസിൻ്റെയും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ളതും അതിനുള്ള പ്രതിവിധികളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും ഒക്കെ ഭയങ്കര ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ബുക്കിൽ. അവസാനമായി ഈ വീഡിയോയിൽ ഞാൻ ഇതും കൂടി ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അൾട്ടിമേറ്റ്ലി മാരേജ് ഈസ് എ ചോയ്സ്. ഈ വിവാഹം കഴിക്കണം എന്നുള്ളത് ഒരു നിബന്ധനയോ ഒരു നിർബന്ധമുള്ള കാര്യമല്ല. വെനെവർ വി ഫീൽ നമ്മുടെ ലൈഫിൽ നമുക്കൊരു പാർട്ട്ണർ വേണം, അല്ലെങ്കിൽ നമ്മളുടെ സുഖങ്ങളും ദുഃഖങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ നമുക്കൊരു പാർട്ട്ണർ വേണം, നമ്മളെ മോറലി ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ റെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഐ നീഡ് എ പാർട്ട്ണർ എന്ന് തോന്നുമ്പോൾ മാത്രം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വിവാഹം. അല്ലാതെ നാട്ടുകാരെ പേടിച്ച് എടുക്കേണ്ട തീരുമാനമല്ല വിവാഹം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങളെ ഏതെങ്കിലും രീതി സ്പർശിച്ചു എന്നും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നും ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് താങ്ക്സ്. താങ്ക് യു.